നമുക്ക് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവത്തോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന തിരുവെഴുത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ വിശുദ്ധ സഭായോഗത്തിങ്കൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. നാം ഇവിടെ വായിച്ച വാക്യം നമ്മൾ പലവരും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ദൈവത്തിന്റെ കൃപ ഉദിച്ചു നിൽക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൃപ ഉദിച്ചു നിൽക്കൂ എന്ന് പറയുമ്പോൾ അത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു എന്ന് നാം പറയാറുണ്ട്. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ആരുടെ മേലാണ് സൂര്യൻ ഉദിക്കുന്നത്? എല്ലാവരുടെ മേലും, അല്ലേ? നല്ല ആൾക്കാരുടെ മേൽ മാത്രമാണോ സൂര്യൻ ഉദിക്കുന്നത്? അല്ല, ദുഷ്ടന്മാരുടെ മേൽ സൂര്യൻ ഉദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുപോലെ ദൈവത്തിന്റെ കൃപയും, അവിടെ ഒരു വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനുള്ള ദൈവകൃപ, സകല മനുഷ്യരും രക്ഷാ പദ്ധതിയിൽ വരാനുള്ള ദൈവകൃപ അതെന്ത് ചെയ്യുന്നു? ഉദിച്ചു നിൽക്കുന്നു. എവിടാണ് ദൈവകൃപ ഉദിച്ചത്? പ്രൈസ് ദി ലോർഡ്. ദൈവമഹത്വം സ്വർഗത്തിൽ പിതാവിനോടുകൂടിയിരുന്ന പുത്രൻ ഈ ലോകത്തിലേക്ക് മനുഷ്യ സാദൃശ്യത്തിൽ വന്നു. മനുഷ്യവർഗത്തിന്റെ പാപത്തെ തന്റെ ശരീരത്തിന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ഒഴുക്കി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഇത് വിശ്വസിക്കുവാൻ തക്കോണം ദൈവത്തിന്റെ കൃപ, ഇത് വിശ്വസിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ ഉദിച്ചു നിൽക്കുകയാണ്. ഈ ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് നമ്മെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തുക എന്നുള്ളതും ഈ കൃപയുടെ ലക്ഷ്യമാണ്. നിങ്ങളെ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുക മാത്രമല്ല, ഈ കൃപ നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് പിതാവിന്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കണം. അതിനാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരാൻ സാധ്യതയുണ്ടോ? കൃപ ലഭിച്ചത് പിതാവിന്റെ സന്നിധിയിൽ നാം ചെന്ന് നിൽക്കാൻ വേണ്ടിയാ. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് കൃപ ലഭിച്ച ദൈവമക്കളെ, അത് വ്യർത്ഥമായി അർത്ഥമില്ലാതായി പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് കൃപ നമ്മെ രക്ഷിക്കുക മാത്രമല്ല, കൃപ നമ്മെ ശിക്ഷിക്കുക കൂടെ ചെയ്യും. കൃപയുടെ ശിക്ഷണം അനുഭവിച്ചിട്ടുള്ളവർ, അതിനെ സ്വാഗതം ചെയ്യുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ശിക്ഷ എന്ന് പറയുമ്പോൾ അത് സുഖകരമായൊരു വാക്കല്ല. ശിക്ഷ എന്ന് പറയുമ്പോൾ അത് സ്തോത്രം നല്ല സന്തോഷം തരുന്ന ഒരു വാക്കല്ല. ഏത് ശിക്ഷയും ആദ്യമേ ദുഃഖം കൊണ്ടുവരുന്നത്. നമുക്ക് അടുത്ത വാക്യം ഇങ്ങനെ വായിക്കാം. അവിടെ ഇങ്ങനെയാണ് നാം വായിച്ചത്. തീത്തോസ് 2:11 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. നാം ആദ്യമേ വായിച്ചത് എന്തുവാണ്? രക്ഷാകരമായ ദൈവകൃപ.
ഇപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ പറയുന്നു, ഈ കൃപ നമ്മെ ശിക്ഷിക്കും. കൃപയുടെ ശിക്ഷണം. ഇന്ന് അതിനെ സംബന്ധിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കൃപയുടെ രക്ഷ നമുക്കറിയാം, കൃപയുടെ ശിക്ഷയും ഈ രക്ഷാ പദ്ധതിക്കകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വായിച്ചു, അവിടെ നാം വായിക്കുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശ. അപ്പോൾ ഈ പ്രത്യാശയുള്ള ദൈവമക്കളാണ് ദൈവസഭയ്ക്കകത്തുള്ളത്. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അപ്പോൾ ഈ ഭൂമിയിൽ രണ്ടു കൂട്ടരാണ് ഉള്ളത്. ഒന്ന് പ്രത്യാശയുള്ളവർ, മറ്റൊരു കൂട്ടർ പ്രത്യാശ ഇല്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കൽ നാം കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നേക്ക് കർത്താവിനോടുകൂടെ ആയിരിക്കും. അതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് ജീവിതയാത്രയിൽ ഭംഗം വരാതെ സൂക്ഷിക്കണം. ഈ പ്രത്യാശയ്ക്ക് ദിനംപ്രതി സമൃദ്ധി ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട നാളുകളിൽ, ശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് വരുന്ന നാളുകളിൽ, ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കാന്തനോട് നാം ചേരും, കർത്താവിനോടുകൂടിയുള്ള ഒരു വാസം നമുക്കുണ്ടെന്നുള്ള ആ ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശയ്ക്കകത്തൊരു സമൃദ്ധി ഉണ്ടാകണം. അതിനൊരു ഇടിവ് വരരുത്. അങ്ങനെ പ്രത്യാശയിൽ സമൃദ്ധി എനിക്കുണ്ട്, വർദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ വായിക്കുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. യേശുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളോട് ഈ വാക്യം വിട്ടുകൊടുക്കാം. മഹാദൈവം. പ്രൈസ് ദി ലോർഡ്. തോമസ് യേശുവിനെ വിളിച്ചത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ പറയാണ് മഹാദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സാധാരണ ദൈവമല്ല, മഹാദൈവം. ദൈവം ഒരുവനേ ഉള്ളൂ, മഹാദൈവം. പ്രൈസ് ദി ലോർഡ്. മഹാദൈവം, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. നമ്മുടെ ദൈവം ഒരാളേ ഉള്ളൂ, വേറൊരു ദൈവമില്ല. അവ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ, ഈ മഹാദൈവം തന്നെയാണ് നമ്മുടെ രക്ഷിതാവ്, അല്ലേ? യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ആരെങ്കിലും ഉള്ളിൽ സംശയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ മഹാദൈവം തന്നെയാണ് നമ്മുടെ രക്ഷിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഇതാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതാണ് നമ്മുടെ അകത്തെ ആമേൻ എന്താ ഈ പ്രത്യക്ഷതയുടെ കാത്തിരിപ്പ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ഇതിനു വേണ്ടി പ്രകൃതി പോലും കാത്തിരിക്കുക. സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ പറയുന്നു. സൃഷ്ടി പോലും യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുക, ഞരങ്ങിക്കൊണ്ടിരിക്കുക. സർവ സൃഷ്ടിയും ഇന്ന് വരെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. ആത്മാവ് എന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുകയാ. അതുകൊണ്ടാണ് വചനം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാക്കുക. അങ്ങനെയുള്ളവരല്ലേ ദൈവസഭയ്ക്കകത്തുള്ളത്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, രോഗമുണ്ട്, ഭാരങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, ജീവിത കുടുംബ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു മറുപടി എൻ്റെ കർത്താവ് തരുമെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിശ്വാസം എന്താണ്? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. അതെന്തുവാണ്? എൻ്റെ രോഗം യേശു സൗഖ്യമാക്കും എന്നുള്ള വിശ്വാസം നല്ലതാ. യേശു സൗഖ്യമാക്കും. എന്നാൽ ഈ ലോകം മാറിയ ശരീരവും ഇന്ന് നമ്മുടെ ഇവിടെ ഇട്ടു പോകേണ്ടി വരും. നമ്മുടെ കടബാധ്യത യേശു മാറ്റും, സംശയം എന്നാ? ആ വിശ്വാസം നല്ലതാ. എന്നാൽ കടബാധ്യത മാറി നാം സമ്പന്നനായാലും നാം ഇവിടെ വിട്ടു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിത യാത്രയിലെ എത്രയധികം വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾക്കൊക്കെ എൻ്റെ യേശു പ്രവർത്തിക്കുമെന്ന് നല്ല വിശ്വാസത്തോടെ പറയുന്ന ആളുകളുണ്ട്. തീർച്ചയായും യേശു പ്രവർത്തിക്കും.
എന്നാൽ അതെല്ലാം ഈ ലോകത്തിലെ ജീവിത വിഷയങ്ങളിൽ യേശു പ്രവർത്തിക്കും, സത്യം നിശ്ചയം. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ രക്ഷയുടെ അനുഭവം അകത്തു തന്നിട്ട് ആ രക്ഷയുടെ പൂർത്തീകരണമായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിങ്കൽ ആമേൻ സ്തോത്രം, ഞാനും അവനോടുകൂടെ കർത്താവിനെ സ്വീകരിപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള ആ അതിവിശുദ്ധമായ കാര്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് എന്തുവാണ്? യേശു എന്റെ പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കത് സ്തോത്രം പറയാം. ആമേൻ. കർത്താവ് എന്റെ രോഗം സൗഖ്യമാക്കും എന്നുള്ള വിശ്വാസം നല്ലത്. എന്റെ ജീവിത പ്രശ്നത്തിൽ വിടുതലുണ്ട്, യേശു അത് ചെയ്യുമെന്നുള്ളത് നല്ലത്. എന്നാൽ മറ്റേ യേശു എന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസത്തിനൊരു ശോഷണം വരാതെ, നിന്റെ രോഗം മാറിയില്ലേലോ, ആമേൻ, നിന്റെ സ്തോത്രമാലയ കടബാധ്യത മാറിയില്ലേലോ, അന്ന് ജീവിത പ്രശ്നങ്ങൾ തീർന്നില്ലേലോ, എനിക്കൊരു നിത്യതയുണ്ട്, എനിക്ക് വേണ്ടി സ്വർഗം ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, അവന്റെ പരിശുദ്ധ രക്തം എന്റെ പാപങ്ങളെ കഴുകിയതുകൊണ്ട്, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, യേശുവിൽ വിശ്വസിക്കുന്ന എന്റെ മേൽ അവന്റെ ആത്മാവിനെ തന്നതുകൊണ്ട്, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ എന്നിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് എന്റെ മർത്യ ശരീരത്തെ ഉയർപ്പിക്കുന്നത് കൊണ്ട്, അതിന് കാരണമായ ആ വിശ്വാസത്തിന് ശോഷണം വരാതെ പരിശുദ്ധാത്മാവെന്നെ നടത്തും. ഇത് വിശ്വസിക്കുന്നവരെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്തിനാ? എന്റെ നിത്യതയോളം എന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നതാ ദൈവത്തിന്റെ കൃപ. നമുക്കൊരു 3-4 വാക്യങ്ങൾ കൂടെ വായിക്കാം. അവിടെ നാം ഇവിടെ വായിക്കുന്നത്, നാം വായിച്ചു, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ ദൈവവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട്, ഇത് കാത്തുകൊണ്ടിരിക്കുന്നവരിൽ എന്തൊക്കെ സംഭവിക്കണം? ഭക്തികേട് മാറണം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് കൃപ നമ്മെ ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. കൃപ എന്ന് കേൾക്കുമ്പോൾ അർഹിക്കപ്പെടാത്ത സംഗതി, അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത് സൗജന്യമായി തരുന്നതാണ് കൃപ. കൃപയുടെ നിർവചനം അതാ. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയും നല്ല കൃപയുള്ള മനുഷ്യനാണ്, അല്ലേ? ഒരുപക്ഷെ അവരുടെ ശുശ്രൂഷയിൽ നടക്കുന്ന വിടുതലുകൾ കൊണ്ടായിരിക്കാം, അവരുടെ വായിൽ നിന്ന് വരുന്ന വചനത്തിന്റെ ശക്തി കണ്ടുകൊണ്ടായിരിക്കാം. ചില ആളുകളോട് നമ്മൾ പറയും, എന്തുവാ, ചില ആളുകളെ കുറിച്ച് പറയും നല്ല കൃപയുള്ള മനുഷ്യനാണ്. കൃപ എന്താണ് നമുക്കറിയാം. അർഹിക്കപ്പെടാത്ത ദാനം സൗജന്യമായി, അർഹതപ്പെടാത്ത ദാനം സൗജന്യമായി, ആമേൻ സ്തോത്രം, വേണ്ട സമയത്ത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് കൃപ. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അപ്പൊ ചില ആളുകളെ നോക്കി നാം അവർ നല്ല ദൈവകൃപ ഉണ്ടെന്ന് പറയുന്നു, അതിനും തെറ്റില്ല. ഈ കൃപ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, ദൈവത്തിന്റെ കൃപയെ പ്രാപിച്ചു നിൽക്കുന്ന ആളുകൾ, അവരോട് സംസാരിക്കാൻ പോകുമ്പോലും നമുക്കൊരു വിടുതല, അല്ലേ? നമ്മൾ ഈ കൃപ കൃപ എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഏലിയാവിനെ പോലെ ആകാൻ ആർക്കാ താല്പര്യമില്ലാത്ത? പ്രൈസ് ദി ലോർഡ്. ആകാശത്തു നിന്ന് തീ ഇറങ്ങി 50 പേരെ ദഹിപ്പിച്ചു കളഞ്ഞു. ബാലിന്റെയും അശേരാ പ്രതിഷ്ഠകളെയും പ്രവാചകന്മാരെ എല്ലാം വാളിലെ വായ്ത്തലയ്ക്ക് വെട്ടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞു, മഴയെ അടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു മനുഷ്യനെ, അങ്ങനെ ഒരു ശുശ്രൂഷ ആർക്കാ ആഗ്രഹമില്ലാത്തത്? അത് വലിയ ദൈവകൃപ വേണം, അല്ലേ? എന്നാൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഏലിയാവിന് അപ്പം കൊണ്ടുകൊടുത്ത കാക്കയുടെ ശുശ്രൂഷ ചെയ്യുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അതിന് വലിയ കൃപയൊന്നും വേണ്ട. കാക്കയുടെ ശുശ്രൂഷ ചെയ്യുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്ന് ചെയ്യാൻ പറ്റുമല്ലോ അത്. ഈ സഭായോഗം തീരുന്നതിന് മുമ്പ് ചെയ്യാലോ, അല്ലേ? സഭായോഗം തീർന്നു കഴിഞ്ഞ് കാക്കയുടെ ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാവർക്കും പറ്റും. ഈ ശുശ്രൂഷ ചെയ്യുവാൻ പലർക്കും താല്പര്യമില്ല, അല്ലേ? ദൈവത്തിന്റെ കൃപ, ഈ കാക്കയുടെ ശുശ്രൂഷ ചെയ്യുവാനും ദൈവത്തിന്റെ കൃപ വേണം. ആ കാക്കയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് കാക്കയാണോ? ആ കാക്കയ്ക്ക് ഒരു പേരുണ്ടായിരുന്നെങ്കിൽ
ആ പേര് പോലും ഇതിനകത്ത് പരാമർശിച്ചേരെ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ കാക്കയുടെ ശുശ്രൂഷ അത് കൃപയാൽ ചെയ്യുന്നതാ, അല്ലേ? ഈ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയതാ. നന്മ ചെയ്യുവാൻ അവസരമുണ്ടായിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. മടുത്തു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. എത്ര വചനങ്ങളാ കാക്കയുടെ ശുശ്രൂഷയുടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ഏലിയാവിന്റെ ശുശ്രൂഷ ശ്രേഷ്ഠമാ, കൃപയുണ്ട്. എന്നാൽ ഈ കാക്കയുടെ കൃപ അതും ഒരു കൃപയാ കേട്ടോ. മിനിമം കർത്താവേ, ഈ കാക്കയുടെ കൃപയെങ്കിലും എനിക്കൊന്ന് തരണമെന്നൊന്ന് പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്യുവാൻ കഴിയും. അത് ചെയ്തു കഴിയുമ്പോ ഏലിയാവിന്റെയോ എലീശയുടെയോ ഒക്കെ പിന്നെ വന്നോട്ടെന്നേ, ഒരുപക്ഷെ കാക്കയുടെ ശുശ്രൂഷ ചെയ്യുവാനായിരിക്കും നമ്മെ ഏൽപ്പിച്ചത്. അങ്ങനെ ഒരു കാക്കയ്ക്ക് ആ കൃപ കിട്ടിയില്ലെങ്കിൽ കെരീത്ത് തോടിന്റെ അരികിൽ, കെരീത്ത് തോടിന്റെ അരികത്ത് ഏലിയാവ് എന്ന പ്രവാചകൻ തീർന്നു പോകുമായിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ഒരു കാക്കയുടെ മേൽ ഉദിച്ച ദൈവത്തിന്റെ കൃപയൊരു പ്രവാചകനെ നിർത്തി. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ദൈവം ചില കൃപകൾ തന്നിട്ടുള്ളത് ചില ദൈവദാസന്മാരെ നിർത്തുവാൻ വേണ്ടിയാ, ചില ദൈവസഭകളെ പണിതെടുക്കുവാൻ വേണ്ടിയാ. നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പോലെ നീ ഒരു ദൈവദാസന് ഒരു കൈത്താങ്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് പോലെ ഒരു ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. ദൈവത്തിന്റെ കൃപ ലഭിച്ച ദൈവമക്കള് കരങ്ങൾ ഉയർച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം ഒരു കൃപ വേണം. അപ്പൊ ഈ കൃപ നമ്മളെ കുറിച്ച് എന്തൊക്കെയാ ചെയ്യുന്നത്? നാം വായിച്ചു. ആമേൻ, സ്തോത്രം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക. അപ്പൊ ഭക്തികേട് വന്നാൽ, പ്രപഞ്ചമോഹം വന്നാൽ കൃപ ശിക്ഷിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ വായിച്ച് സഹായിക്കണം. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുക. അപ്പോൾ ഈ ലോകത്ത് സുബോധത്തോടെ നീ ജീവിച്ചില്ലെങ്കിൽ കൃപയുടെ ശിക്ഷണം ഉണ്ടാവും. ഈ ലോകത്ത് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നീ ജീവിച്ചില്ലെങ്കിൽ കൃപ നിന്നെ ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. നീതിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചിട്ട് കൊല്ലുക എന്നല്ല, ശിക്ഷിച്ച് വളർത്തുന്നു. ഹല്ലേലൂയ. കൃപ നമ്മെ ശിക്ഷിച്ച് നശിപ്പിക്കുന്നു എന്നല്ല, കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. കൃപയുടെ ശിക്ഷണത്തിലുള്ള വളർച്ച പ്രാപിക്കുന്ന ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. ഒന്ന് വായിച്ചാട്ടെ. എബ്രായർ 12:4 മുതൽ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. അടുത്ത വാക്യം, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുതേ. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? പഴയ നിയമത്തിലെ ഉദ്ധരണിയാ. ദൈവം സമ്പാദിക്കുന്ന ഈ പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. അടുത്ത വാക്യം, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അങ്ങനെയുള്ള പിള്ളേരുണ്ടോ? അപ്പന്റെയും അമ്മയുടെയും ശിക്ഷണം നിരസിക്കുന്ന കുഞ്ഞുങ്ങളെ നല്ലതല്ല. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടാണുള്ളതെന്ന് കാണിച്ചു തരാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ സ്നേഹമുള്ള അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് കൊല്ലാനാണോ വളർത്താനാണോ? പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് കൊല്ലാനല്ല, വളർത്താനാ. കൃപയും നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാ ചെയ്യുന്നത്. കൃപയ്ക്കകത്തെ ശിക്ഷണം നാം എങ്ങനെയാ? ഇവിടെ പറഞ്ഞു അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടാ ഉള്ളത്?
ബാലശിക്ഷ കൂടാത്ത ആരാണുള്ളത്? അങ്ങനെ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ അവർ മക്കളല്ല, കൗലടയന്മാരത്രേ, ജാരസന്തതികളത്രേ എന്നാണ് അർത്ഥവാക്യത്. വായിച്ചാട്ടെ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളത്രേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികൾ. കൗലടയൻ എന്ന പ്രയോഗമാണ് ചില ബൈബിളിൽ, ജാരസന്തതികൾ. അപ്പോൾ അപ്പന്റെ ശിക്ഷ കിട്ടുന്ന മക്കളാണ് യഥാർത്ഥ മക്കള്. അർത്ഥവാക്യം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. അല്ലേ? ശരിയല്ലേ? നമ്മുടെ ജഡസംബന്ധമായ അപ്പനും അമ്മയൊക്കെ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നമ്മൾ അവരെ തിരിച്ചു തല്ലിയോ? അകത്ത് പിറുപിറുപ്പും ചിലപ്പോ ചീത്തയൊക്കെ പറഞ്ഞു കാണും അല്ലേ? അപ്പനും അമ്മയൊക്കെ ശിക്ഷിക്കുമ്പോ പുറമേ സൗമ്യതയോടെ നിന്നിട്ട് അകത്ത് ചിലപ്പം ഇതൊക്കെ വന്നു കാണും. എന്നാലും നമ്മൾ അവർക്ക് വിധേയപ്പെട്ടിരുന്നില്ലേ? അല്ലേ? അങ്ങനല്ലേ പിള്ളേര്? അത് എതിർത്ത് പറഞ്ഞ പിള്ളേരുണ്ടോ? ഇവിടെ നോക്കി, കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് എതിർത്ത് പറഞ്ഞ പിള്ളേരുണ്ടോ? ഒരുത്തന്നെ ഉറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. എതിർത്ത് പറയുന്ന പിള്ളേരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൻ ഒന്നുകൂടെ വായിച്ചോട്ടെ. ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നല്ലോ. അല്ലാതെ തിരിഞ്ഞു വല്ലോ പറഞ്ഞോ? ഉണ്ടെങ്കിൽ അത് മാനസാന്തരപ്പെടണം കുഞ്ഞുങ്ങളോടാ കേട്ടോ. ബൈബിൾ വചനത്തിൽ പറഞ്ഞേക്കുന്ന ജഡസംബന്ധമായ പിതാക്കന്മാർ നിങ്ങളെ ശിക്ഷിച്ചപ്പോൾ നാം വണങ്ങിപ്പോന്നുവല്ലോ. അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, അപ്പനെ അമ്മയും അനുസരിക്കണം. അപ്പനെ അമ്മയും അനുസരിക്കാതിരുന്നാൽ അതൊരു ശാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്ത ശാപം തലമേൽ വലിച്ചുകൂരി ഇടരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്വോത്രം പറഞ്ഞാട്ടെ കുഞ്ഞുങ്ങളെല്ലാവരും, സ്വോത്രം പറഞ്ഞാട്ടെ. ജഡപ്രകാരമുള്ള പിതാക്കന്മാർ നമ്മൾ അവർക്ക് വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവോ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അപ്പനും അമ്മയെ ശിക്ഷിച്ചപ്പോൾ തങ്ങൾക്ക് ബോധിച്ചവണ്ണമായിരുന്നു. അല്ലേ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരമത്രേ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവുമാ. അവരുടെ ബോധ്യത്തിനകത്ത് ചിലപ്പോൾ ചില തെറ്റുകൾ വന്ന് കാണും. എന്നാലും നമ്മൾ വണങ്ങിപ്പൊക്കോണം കേട്ടോ. അപ്പനെയും അമ്മയും ബഹുമാനിപ്പീൻ. നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിനക്ക് നന്മയുണ്ടാകുവാനും അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വിശ്വാസത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. വാഗ്നത്വത്തോടുകൂടി ആദ്യ കൽപ്പനയാണ്. എന്താ പറയാ? ആ കർത്താവ് തന്നിരിക്കുന്ന 10 കൽപ്പനകളുണ്ടല്ലോ, സീനായിൽ മോശ മുഖാന്തരം എഴുതിയ, അതിനകത്ത് കൽപ്പനയോടുകൂടെയുള്ള വാഗ്നത്വം ഉണ്ട്. അപ്പൊ കൽപ്പനയോടുകൂടെ വാഗ്നത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന കൽപ്പന അനുസരിച്ചാൽ ഇതിനോട് ഈ വാഗ്നത്വം നിനക്ക് തരും. ആ വാഗ്നത്വത്തിൽപ്പെട്ടാണ് അപ്പനെയും അമ്മയെ അനുസരിക്കുക എന്നുള്ളത് വാഗ്നത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. അപ്പോൾ അപ്പനെയും അമ്മയെ അനുസരിക്കുന്നതിനകത്ത് ദൈവത്തിന്റെ ഒരു വാഗ്നത്വം നിന്നെ തേടി വരാൻ തുടങ്ങും. ഒന്ന് സ്വോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർക്ക് ബോധിച്ചുകൊണ്ടുമാകുന്നു. ആത്മാക്കളുടെ പിതാവ് നമ്മുടെ ആത്മാവിന്റെ ഗുണീകരണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അടുത്ത വാക്യം. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. അങ്ങനെയാണെങ്കിൽ കൃപയുടെ ശിക്ഷയും ആമേൻ തൽക്കാല സന്തോഷകരമല്ല. പിന്നത്തേതിൽ ദുഃഖകരമത്ര എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പോൾ കൃപയുടെ ശിക്ഷയ്ക്കകത്ത് അതിനകത്തൊരു അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ കൃപയുടെ ശിക്ഷീകരണം എന്തൊക്കെയാണ്? ഭക്തികേടിലും പ്രപഞ്ചമോഹങ്ങളിലും നാം നടന്നാൽ ഈ കൃപ ശിക്ഷിക്കും, യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. കൃപ രക്ഷിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. അപ്പൊ ഇതിന് വിരുദ്ധമായ ഒരു ജീവിതമാണോ ഇന്ന് എന്നെ കേൾക്കുന്ന വിശുദ്ധ മതികളെ, വിശുദ്ധന്മാരെ? ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായ ഒരു ജീവിതത്തിൽ തുടരുന്നുവെങ്കിൽ
അത് കൃപയുടെ ശിക്ഷണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നല്ല, കൃപ ശിക്ഷിക്കും. കൃപ ശിക്ഷിക്കുന്നത് കൊല്ലാനല്ല, വളർത്താനാ. അവൻ ശിക്ഷിച്ച്, ബാക്കി പൂരിപ്പിച്ചാണ്, ശിക്ഷിച്ച് എല്ലാവരും ഇവിടെയല്ലേ, ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ ഈ പാപം, അപ്പോൾ ഈ നമ്മൾ വായിച്ച വിഷയം എന്തുവാ? എബ്രായർ 12:4 നമ്മൾ വായിച്ചത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല, അല്ലെ? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എന്നിട്ടാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ പാപം എന്ന വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ, പാപം എന്ന വിഷയത്തിലെ അതിലേക്ക് നമ്മളെ പോകാതെ നോക്കണം. ഇല്ലെങ്കിൽ ഈ കൃപയുടെ ശിക്ഷയ്ക്ക് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എന്ത് ചെയ്തു? എതിർത്ത് നിന്നിട്ടില്ല. എതിർത്ത് നിന്നിട്ടില്ലെങ്കിൽ എതിർത്ത് നിൽക്കണമെന്നാണ് പറയുന്നത്. എതിർത്ത് നിൽക്കാൻ വേണ്ടിയുള്ള പ്രബോധന വാക്യങ്ങളാണ് താഴെ പറയുന്നത്. ബാലശിക്ഷയുടെ കാര്യം, എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ, നിങ്ങൾ മക്കളെ ശിക്ഷിക്കുന്നത് അവർ നശിച്ചു പോകാനല്ല, അവർ നന്നാവാനാ. അങ്ങനാണെങ്കിൽ നമ്മുടെ ആത്മാക്കളുടെ പിതാവ് നമ്മെ രക്ഷിക്കാൻ തന്നിരിക്കുന്ന ദൈവകൃപ കൊണ്ട് നമ്മെ ശിക്ഷണത്തിലൂടെ നടത്തും. നമുക്കൊന്ന് സ്തോത്രം പറയാം. കാരണം പാപം എന്ന വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യുമ്പോൾ പാപത്തിന്റെ മറുവശത്ത് ദൈവം തന്നതാണ് ദൈവത്തിന്റെ കൃപ. നമുക്ക് സ്തോത്രം 2-3 വാക്യങ്ങൾ കൂടെ വേഗത്തിൽ വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. പാപം പെരുകിയല്ലോ, അപ്പൊ കൃപ അങ്ങ് വർദ്ധിച്ചോളുമല്ലോ, അതുകൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പ്രൈസ് ദി ലോർഡ്. പാപം പെരുകുന്ന ലോകത്തിൽ ദൈവത്തിന്റെ കൃപ അധികമായി വരും. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുമ്പോൾ അവന്റെ ജീവിതത്തെ പാപം സ്വാധീനിക്കുവാനും അവനെ വീഴ്ത്തുവാനും ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ എങ്ങനെയും ഈ പാപത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചെടുക്കുവാൻ വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കും. നിശ്ചയം. വിശുദ്ധന്മാർ പാപത്തിലേക്ക് പോകുമ്പോൾ, അതിന് സാധ്യതയുള്ളപ്പോൾ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ കൃപ പാപത്തിന്റെ വഴികളെ അടച്ചു കളയാൻ തക്കവണ്ണം വ്യാപരിക്കും. പിന്നെയും അതിനോട് മത്സരിച്ചുകൊണ്ട് നിന്നാൽ ഈ കൃപയുടെ ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകും. പ്രൈസ് ദി ലോർഡ്. മത്സരം ആഭിചാരത്തിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് നിലയിലും ഉള്ളതായിക്കോട്ടെ, കൃപയുടെ ആനുകൂല്യത്തെ നിനക്ക് ലഭ്യമാകാത്ത നിലയിലേക്ക് നിന്റെ മത്സരത്തെ കൊണ്ടുപോകരുത്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ട്. നാം ഇവിടെ വെച്ച് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ പാപത്തിന്റെ വാഴ്ച മരണത്തിലേക്കാ, അല്ലേ? പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാനം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിന്റെ കൃപയുടെ വാഴ്ച ഒരുവനെ കൊണ്ടു ചെല്ലുന്നത് നിത്യതയിലേക്കാ. ദൈവത്തിന്റെ കൃപയുടെ വാഴ്ച ഒരുവനെ കൊണ്ടു ചെല്ലുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവനുമായി നിർത്തുന്നതിലേക്കാ. പാപത്തിന്റെ ശമ്പളം എന്തുവാ? മരണം. പാപം മരണത്താൽ വാണു. പാപത്തിനൊരു വാഴ്ചയുണ്ടായിരുന്നു, അത് മരണത്താലാണ് വാണത്. എന്നാൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ, നീതിയാൽ നിത്യജീവനായി വാഴുവാനാണ് ദൈവത്തിന്റെ കൃപ. ആ കൃപയ്ക്കായി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ആമേൻ. വീണ്ടും നമുക്ക് വായിക്കാം. റോമർ 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. എപ്പോഴാ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെ ഒരുവൻ വിശ്വസിച്ചുകൊണ്ട്, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആര് വിശ്വസിച്ചാലും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാ. സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു മാറ്റും. എത്ര പഴക്കമേറിയ പാപമാണെങ്കിലും. ആമേൻ. സുവിശേഷത്തിനകത്തെ ദൈവകൃപയ്ക്ക് പാപത്തിന്റെ വലിപ്പം ഒരു പ്രശ്നമല്ല. എത്ര പഴക്കമുള്ള രോഗമാണേലും സുവിശേഷത്തിന്റെ ശക്തി അതിനെ സൗഖ്യമാക്കുന്നത് പോലെ എത്ര വലിയ കൊടും പാപമാണെങ്കിലും, എത്ര വലിയ പാപമാണേലും, മനുഷ്യര് നിന്നെ അംഗീകരിക്കുവാൻ പറ്റാത്ത നിലയിൽ, സമൂഹം നിന്നെ സ്വീകരിക്കാൻ പറ്റാത്ത നിലയിലുള്ള ആമേൻ കൊടിയ പാപത്തിന്റെ അകപ്പെട്ട വ്യക്തിയാണേലും സുവിശേഷത്തിന്റെ ശക്തിക്ക് പരിഹരിക്കാൻ പറ്റാത്ത പാപം ഇല്ല. ആമേൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവ കൃപയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്ത പാപമില്ല. ദൈവത്തിന്റെ കൃപയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്ത പാപി ഇല്ല. ഇത് ഹൃദയത്തിൽ ഉറപ്പ് വേണം. ദുഷ്ടനായ പിശാച് നിന്നെ എത്ര കുറ്റം ചുമത്തിയാലും അറിയായ്മയുടെ കാലങ്ങളെ കണക്കിടാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൃപയ്ക്കെന്നാ പാപത്തിന്റെ വലിപ്പം ഒരു വിഷയമാണോ? കൃപയ്ക്കെന്നാ രോഗത്തിന്റെ ദൈർഘ്യം ഒരു വിഷയമാണോ? അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്ന 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിറവിയിലെ ആമേൻ സ്തോത്രം, പിറവിയിലെ മുടന്തനായ ഒരുവൻ അവിടെ നിൽക്കുക. അവൻ അവരോട് ഭിക്ഷ ചോദിച്ചു. അവന് വിശ്വാസം ഉണ്ടോ എന്നൊന്നും ചോദിക്കില്ല. അവൻ ഭിക്ഷയാ ചോദിച്ചത്. ഭിക്ഷ ചോദിച്ചു. ഹല്ലേലൂയ. ഭിക്ഷ ചോദിച്ചവരോട് പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കാം. അവിടെ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യന് 40-ലധികം വയസ്സുണ്ടായിരുന്നു. യേശു ക്രിസ്തു 33.5 വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. 30-ാം വയസ്സിലാണ് ശുശ്രൂഷ തുടങ്ങിയത്. 33.5 വയസ്സിൽ അവൻ ക്രൂശിൽ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ചുരുങ്ങിയ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അധികം വർഷങ്ങളൊന്നും മുമ്പോട്ട് പോയിട്ടില്ല. പത്രോസും യോഹന്നാനും കൂടി ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ആദ്യ വർഷങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഞാൻ ചോദിച്ചോളട്ടെ, യേശു യെരൂശലേം ദേവാലയത്തിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ. യേശു യെരൂശലേം ദേവാലയത്തിൽ വന്നപ്പോൾ ഇവനോട് ഇരുന്ന് കാണുമല്ലോ. യേശുവിനോട് ഇവൻ ഭിക്ഷ ചോദിച്ചു കാണുമല്ലോ. യേശു അന്നവനെ കണ്ടില്ലേ? യേശുവിനെ എന്നെ സൗഖ്യമാക്കാൻ പറ്റത്തില്ലായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ തന്നിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപ ജനം അറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളിലെ ആദ്യത്തെ അത്ഭുതമോടെ നടക്കുക അല്ലേ? തന്നിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ. ആമേൻ സ്തോത്രം. പത്രോസും യോഹന്നാനും ഒരു മനസ്സോടെ അവനെ സൗഖ്യമാക്കുമ്പോൾ അവൻ എത്ര വർഷമായിട്ടവൻ രോഗാതുരനായിരുന്നു. വർഷം ഒരു വിഷയമല്ല. ദൈവകൃപയ്ക്ക് വർഷം ഒരു വിഷയമല്ല. പാപത്തിനകത്ത് എത്ര വർഷം നീ കടന്നോ അത് കൃപയ്ക്ക് വിഷയമല്ല. ആമേൻ. രോഗത്തിനകത്ത് എത്ര വർഷം നീ കടന്നോ അത് കൃപയ്ക്ക് വിഷയമല്ല. കൃപയുടെ ശക്തി വെളിപ്പെടുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിയും. കൃപയുടെ ശക്തി വെളിപ്പെടുമ്പോൾ പാപത്തിന്റെ ചങ്ങലങ്ങൾ പൊട്ടിമാറും. വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഈ ശിഷ്യന്മാരുടെ മേൽ ദൈവകൃപ വെളിപ്പെട്ടു. ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടപ്പോൾ അവർ ഇവനെ സൗഖ്യമാക്കി. ഇതേ തുടർന്ന് ഇവരുടെ വാക്ക് കേൾക്കുവാൻ ജനം അവിടെ തയ്യാറായി. യെരൂശലേം ദേവാലയത്തിനകത്ത് ജനമിളകി. പ്രൈസ് ദി ലോർഡ്. വലിയൊരു അത്ഭുതം നടന്നിരിക്കുകയാണ്. പിറവി മുതൽ
ആമേൻ, സ്തോത്രം, മുടന്തനായവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട ഇടം. ശിഷ്യന്മാർക്ക് സവിശേഷം പറയുവാൻ, അവരുടെ വാക്ക് ജനം കേൾക്കുവാൻ ദൈവം ഒരു കൃപയുടെ വ്യാപാരമോടെ അയച്ചു. അങ്ങനാണെങ്കിൽ നീ കടന്നു ചെല്ലുന്ന ഇടങ്ങളില് നീ മുഖേന സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചില ദൈവ കൃപകളെ എന്റെ ദൈവം പകരുക തന്നെ ചെയ്യും. എന്റെ ദൈവത്തിന് തന്നെ ചെയ്യാൻ പറ്റാത്തതായിട്ടല്ല നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം നിന്നെ കരങ്ങളിൽ എടുക്കും. ഓ, കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കൃപയുടെ മഹത്വം വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. യേശുവിന്റെ നാമം മഹത്വപ്പെടും. ആമേൻ, നമ്മുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. അത് നിന്റെ മേലുണ്ട്, നീ തകർന്നിരിക്കണ്ട. ആമേൻ. കൃപ നിന്നെ ശിക്ഷിക്കുമ്പോൾ വചനത്തിലൂടെ ശിക്ഷിക്കും കേട്ടോ. വചനം നിനക്കൊരു മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വചനത്തിന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിനൊരു വേദന കൊണ്ടുവന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ വേദന അനുവദിച്ചതാ. ഏത് ശിക്ഷയും ആദ്യത്തേതിൽ ദുഃഖമാണ് അല്ലേ, പിന്നത്തേതിൽ അതിന് നീതിയും സമാധാനവും ലഭിക്കുന്നതാ. ഞാനിവിടെ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ നിമിത്തം ആരുടെയെങ്കിലും മനസ്സിനകത്തേക്ക് ഒരു വേദന വന്നെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. നിന്നെ കൈവിട്ട് കളയത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 94-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം. 94-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഉപദേശത്തിനകത്തും ശിക്ഷയുണ്ട്. ഹല്ലേലൂയ. വചനം പറയുമ്പോൾ അതിനകത്ത് ശിക്ഷയുണ്ട്. ഹൃദയത്തെ കുത്തുകൊള്ളും, അതൊരു ശിക്ഷയാ. പ്രൈസ് ദി ലോർഡ്. ആരെയും ഇരുത്താനോ കെടുത്താനോ ഒന്നും അല്ല. വചനം പറയുമ്പോൾ അതിനകത്ത് ഹൃദയത്തിനകത്തൊരു വേദന തോന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയും ന്യായപ്രമാണവും ഉപദേശിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, യഹോവ അനർത്ഥ ദിവസത്തിൽ അവന് സ്വസ്ഥത നൽകുന്നു. അനർത്ഥ ദിവസത്തിൽ നിനക്ക് സ്വസ്ഥത തരാൻ വേണ്ടിയാ കേട്ടോ. നീ ഭാരപ്പെടണ്ടെന്നേ. ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്ക് നിനക്കൊരു ഭാരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ടെന്നേ. എന്തിനാണ്? അനർത്ഥ ദിവസത്തിൽ നിനക്ക് സ്വസ്ഥത ഉണ്ടാവാൻ വേണ്ടിയാ. ഓ, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല. തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ഇതിലോട്ടൊന്ന് കൈവച്ച്, ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിലോട്ടൊന്ന് കൈവച്ച്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എന്നെ ശിക്ഷിച്ചത് എന്നെ തള്ളിക്കളയാനല്ല, അനർത്ഥ ദിവസത്തിൽ എനിക്ക് സ്വസ്ഥത തരാനാ. തന്റെ അവകാശത്തെ അവൻ കൈവിടത്തില്ല. എന്നോടുള്ള വാഗ്ദത്തമാ. ഞാൻ ദൈവത്തിന്റെ അവകാശമാ, ഞാൻ ദൈവത്തിന്റെ ജനമാ, ദൈവത്തിന്റെ പൈതല. എനിക്കൊരു ബാലശിക്ഷ വന്നാൽ, വചനത്തിലൂടെ എന്നെ ശിക്ഷിച്ചാൽ, ആമേൻ സ്തോത്രം, ഒരു ദൈവിക ശിക്ഷ എൻ്റെ മേലുണ്ടെങ്കിൽ ഞാൻ ദൈവ പൈതലാണെന്നതിന്റെ ഉറപ്പാ. ഈ ശിക്ഷ എന്നെ ആമേൻ കൊല്ലുവാനല്ല, എന്റെ ദൈവം ആമേൻ എനിക്ക് സ്വസ്ഥത തരുവാൻ വേണ്ടിയാ. അനർത്ഥ ദിവസത്തിൽ എന്നെ വിടുവിക്കുവാൻ വേണ്ടിയാ, എന്നെ വളർത്തുവാൻ വേണ്ടിയാ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ലാസ്റ്റ് വായിച്ച വാക്യം വായിച്ചു നിർത്താം. പാപം പെരുകി. ആമേൻ സ്തോത്രം. റോമർ 6:22. പാപത്തിന്റെ ശമ്പളം, ആമേൻ ആമേൻ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. അപ്പൊ നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഫലം, കൃപയുടെ ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. അടുത്ത വാക്യം, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം ഉണ്ടോ? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അടുത്ത വാക്യം, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. പാപം പെരുകിയടത്ത് കൃപ വർദ്ധിച്ചത് എന്തിനാണെന്നറിയാമോ? നിത്യതയിലേക്ക് കൊണ്ടുപോകാനാ. പ്രൈസ് ദി ലോർഡ്. പാപം പെരുകിയടത്ത്
കൃപ അത്യന്തം വർദ്ധിച്ചത് എന്തിനാണെന്നറിയാമോ? ആമേൻ, മരണം നിന്റെ മേൽ വാഴാതിരിക്കാനാ. പാപം പെരുകിയടത്ത് നമ്മൾ പാപത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവം പ്രൈസ് ദി ലോർഡ് നമ്മെ സ്തോത്രം നാം നശിച്ചു പോവാതെ താങ്ങി നിർത്തില്ലേ. ഞാൻ വീഴാതിരിപ്പാൻ തക്കവണ്ണം നിന്റെ ദയ എന്നെ താങ്ങി എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് നമ്മളെ ദൈവത്തിന്റെ ആ മഹാകൃപയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. ഈ കൃപയ്ക്കകത്ത് നിന്റെ രക്ഷയുണ്ട്, ഈ കൃപയ്ക്കകത്ത് നിന്റെ ശിക്ഷയുണ്ട്. എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ, കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖേന നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ ഒരു നിത്യതയുടെ വാഴ്ചയാണ് ഈ കൃപ നമ്മൾ ഓരോരുത്തരുടെ മേലും കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നിത്യതയുടെ പ്രത്യാശ, അതിനുമേലെയുള്ള വാഴ്ചയാണ് ആമേൻ നമ്മുടെ മേൽ ഈ കൃപ വെളിപ്പെടുമ്പോൾ. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുഖേന എൻ്റെ മേൽ ഉദിച്ച ദൈവത്തിന്റെ കൃപ എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതാ. നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എണീൽക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ മധ്യത്തിലെ രോഗികളെ അവൻ സൗഖ്യമാക്കി, ബദ്ധന്മാരെ അവൻ വിടുവിച്ചു. അവന്റെ സാന്നിധ്യത്തിന്റെ വിടുതലുകൾ ദൈവസന്നിധിയിൽ ഉണ്ട്. ദൈവ സാന്നിധ്യം വിട്ട് നിങ്ങൾ എവിടെ പോയാലും അത് നഷ്ടമേ വരത്തുള്ളൂ. ദൈവ സാന്നിധ്യത്തിനകത്തെ അനുഗ്രഹങ്ങൾ വേണമെന്ന് പറഞ്ഞാട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വചനത്തിന്റെ ശക്തിയോടെ ദൈവം നമ്മെ നടത്തട്ടെ. ആമേൻ. തിരുവെഴുത്ത് ദൈവനിശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്താട്ടെ. നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മളെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. വചനം പറയുമ്പോൾ യേശുവിന്റെ രക്തം കൂടെ നിൽക്കുക. വചനം പറയുമ്പോൾ കഴുകി ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തമുണ്ട്. വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ സാക്ഷ്യം നിൽക്കുക. വചനം പറയുമ്പോൾ സാക്ഷ്യം പറയുന്നവർ മൂവർ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം സത്യം തന്നെ. യേശുവിന്റെ രക്തം അവൻ നിന്നെ കഴുകുവാൻ തക്കവണ്ണം വചനത്തോടുകൂടി വ്യാപരിക്കുക. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മെ ഓരോരുത്തരെയും കഴുകുവാൻ തക്കവണ്ണം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പാപത്തിന്റെ ചങ്ങലകൾ നിന്നെ പൂട്ടി മുറിക്കുമെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ വിടുതൽ അതിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നൽകുകയാണ്. കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓ, അല്പസമയം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് വിശുദ്ധ പകൽക്കാലം കർത്താവേ, കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപയ്ക്കകത്തെ ശിക്ഷണത്തെ കർത്താവെ മനസ്സോടെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് മക്കളായതുകൊണ്ടാണല്ലോ കർത്താവേ അവിടുത്തെ വചനം കേട്ടപ്പോ ഞങ്ങൾക്ക് ഹൃദയത്തിൽ ദുഃഖം തോന്നിയത്. അവിടുത്തെ മക്കളായതുകൊണ്ടാണല്ലോ കർത്താവേ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങൾക്ക് വേദനിച്ചത്. അപ്പാ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ. ആമേൻ. കർത്താവിനെ ഞങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണല്ലോ. അപ്പാ, പരിശുദ്ധാത്മാവേ, ആ ദൈവ മക്കൾ എന്നുള്ള പദവിയോടെ ആമേൻ ഉത്സാഹത്തോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.